ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചേന മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ചേനയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ചേന നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. കാരണം ചില ചേനകളൊക്കെ ചൊറിയത്തില്ല, എന്നാലും മിക്കതും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചേനയൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് ആദ്യമേ വേവിച്ചെടുക്കാം. നമ്മൾ മെഴുക്കുവരട്ടി അല്ലാതെ നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്ന പോലെ എണ്ണയിലിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെങ്കിലും അത് കുഴഞ്ഞു പോകും നമ്മളിട്ട് ഇളക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കുഴഞ്ഞു പോകാതെ കിട്ടും. പിന്നെ നമുക്കിതിനകത്ത് വേണ്ടത് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളി, അതുപോലെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടാണ്. അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ഈ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ വറ്റൽമുളകും കൂടി ഒന്ന് നല്ല രീതിയിൽ ചതച്ചെടുക്കാം. മിക്സിയിലല്ല, നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്തിട്ട്, തേങ്ങാക്കൊത്ത് ഒന്ന് വലുതായിട്ടൊന്നും മൂക്കണ്ട, ചെറിയ രീതിയിലൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് അതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മൾ ഓൾറെഡി ചേനയിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഒരുപാട് ഉപ്പായിപ്പോവും. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ചേന വേവിച്ചത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് അധികം വഴറ്റേണ്ട ആവശ്യമൊന്നും വരത്തില്ല, ഇല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. ചേന വെന്ത് കഴിഞ്ഞാൽ ഒത്തിരി ആകുമ്പം കുഴഞ്ഞു പോകും. അപ്പം ഒരു കുഴകുഴാന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വേണ്ട. നമുക്കൊരു സെപ്പറേറ്റ് കിടക്കുന്ന രീതിയിൽ കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒന്ന് പുരട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.